കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്ന് മൂന്നാം ദിനമായി ഇന്ന് സന്നിധാനത്ത് മണ്ഡലകാലത്തിന് സമാനമായ തിരക്ക്. നട തുറന്നിരിക്കുന്ന 6 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏറ്റവും കൂടുതലുള്ളത് ഇന്നാണ്. 40,385 ഭക്തർ ഇന്ന് വെർച്വൽ ക്യൂ വഴിയെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിലൂടെയും നിരവധി ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. 36,337 ഭക്തരാണ് ഇന്ന് രാവിലെ 11 മണി വരെ ഇന്നലെ രാവിലെ 11 മണി വരെ ദർശനം നടത്തിയത്. മാസപൂജകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കുംഭമാസ പൂജയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിനം ഇന്നാണെന്ന് വെർച്വൽ ക്യൂവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ 43,000-ലധികം ഭക്തജനങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്തിരിക്കുന്നത് ഇന്ന് കൂടുതലാണ്. 15,000-ലധികം ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നു. 12,000-ലധികം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10,000-ഓളം ഭക്തജനങ്ങളാണ് മലയാളികൾ ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ട്. സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 1,00,000-ലധികം ഭക്തജനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തുമെന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുന്നു. നേരത്തെ മണ്ഡലകാലത്തിന് സമാനമായ രീതിയിൽ തന്നെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മണ്ഡലകാലത്തിനും മകരവിളക്ക് തീർത്ഥാടന കാലത്തിനും സമാനമായ കാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ തിരക്ക് ഇന്ന് പുലർക്കാലത്തും തുടരുകയാണ്. രാവിലെ വലിയ തിരക്ക് നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമെല്ലാം വലിയ തിരക്കുണ്ട്. തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങൾ ഉള്ള സാഹചര്യമാണുള്ളത്. പക്ഷേ അധിക നേരം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുന്നില്ല. ക്യൂ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമെല്ലാം ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ അത് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും കൈകാര്യം ചെയ്യുന്നുണ്ട്. 80-ലധികം ഭക്തജനങ്ങളെ മണ്ഡലകാലത്തിന് സമാനമായ രീതിയിൽ 18-ാം പടി കയറ്റി വിടുന്നത് കൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ തന്നെ ക്യൂ മുന്നോട്ട് നീക്കുവാനുള്ള ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 5:30-ക്ക് നട തുറന്ന് പതിവ് പൂജകൾ മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇന്ന് ദർശനമുള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കും. ഉച്ചപൂജയോടുകൂടി നട അടയ്ക്കും. ഉച്ചക്കത്തെ ദർശനം പൂർത്തിയാക്കും. പിന്നീട് 5 മണിക്കാണ് നട തുറക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 6:30-ക്ക് പതിവ് പോലെ ദീപാരാധന, പിന്നീട് 9:50-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 17-ാം തീയതി കുംഭമാസ പൂജ പൂർത്തിയാക്കി നട അടയ്ക്കുന്ന 17-ാം തീയതി വരെ എല്ലാ ദിവസവും രാത്രി 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നട അടയ്ക്കുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി തിരക്ക് കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ പടിപൂജ സമയത്ത് ഭക്തജനങ്ങൾക്ക് അല്പസമയം കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം വരികയും പിന്നീട് നട തുറന്നപ്പോൾ പടിപൂജയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം തുടങ്ങിയ സമയത്ത് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ 1 മണിക്കൂർ ഇന്നലെ രാത്രി ദർശന സമയം നീട്ടി നൽകിയിരുന്നു. ഇന്നലെ 10:50-ന് ഹരിവരാസനം പാടി 11 മണിക്കാണ് നട അടച്ചത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ 1 മണിക്കൂർ ദർശന സമയം രാത്രി കൂട്ടി നൽകുന്നതിനുള്ള സാഹചര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അത്രയും ഭക്തജനത്തിരക്ക് ഇന്ന് ഉണ്ട്. രാത്രിയോടുകൂടി ഭക്തജനത്തിരക്ക് കൂടുന്നതിനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നും 1 മണിക്കൂർ കൂടുതൽ അധിക സമയം ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി നീട്ടി നൽകി 10:50-ന് ഹരിവരാസനം പാടി 11 മണിക്കായിരിക്കും നടയടയ്ക്കുക. എടുത്തു പറയേണ്ട കാര്യം, മാസപൂജ സമയത്ത് സാധാരണ മലയാളികളാണ് സന്നിധാനത്തേക്ക് കൂടുതലായി എത്തുക, ദർശനത്തിനെത്തുക, അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടി എത്തുക. പക്ഷേ ഇത്തവണ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യവുമുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ മാസപൂജ കാലത്ത് സന്നിധാനത്തേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. ഇന്ന് മാത്രം 43,000-ലധികം ഭക്തജനങ്ങൾ ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയപ്പോൾ അതിൽ 15,000-ലധികം ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും ഉള്ളവരാണ്. കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ 15,330 ഭക്തജനങ്ങൾ ഇന്ന് കർണാടകയിൽ നിന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നു. 12,610 പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. 10,117 ഭക്തജനങ്ങൾ ഇന്ന് ആകെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിൽ. അത്രയും ആളുകൾ 10,000-ഓളം ഭക്തജനങ്ങൾ മാത്രം കേരളത്തിൽ നിന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നു. ഒപ്പം പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണവുമുണ്ട്. സ്പോട്ട് ബുക്കിംഗിന് പരിമിതിയില്ല. വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനത്തിന് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ തിരക്ക് കൂടുന്നതിനുള്ള സാധ്യതയാണുള്ളത്. നാളെയും സമാനമായ രീതിയിൽ 40,000-ന് മുകളിൽ ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 16-ാം തീയതിയും വെർച്വൽ ക്യൂ ബുക്കിംഗ് കൂടുതലാണ്. 30,000-നടുത്തേക്ക് എത്തുന്നുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ്. ഒപ്പം ഈ മാസപൂജ കാലത്ത് ഏറ്റവും കുറവ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളത് 17-ാം തീയതിയാണ്. അന്ന് മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ കുറവുള്ളത്. 5,000-ന് മുകളിൽ മാത്രമാണ് അന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളത്. 16-ാം തീയതി വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 40,000-ന് മുകളിലേക്ക് 20,000-നും 40,000-നും ഇടയിലേക്ക് കൂടുതലായിട്ട് എത്തിയിട്ടുമുണ്ട് എന്നുള്ളതുണ്ട്. അന്യസംസ്ഥാന ഭക്തജനങ്ങളുടെ തിരക്കും ഉണ്ട്. ഈ
സന്നിധാനത്തിന് സോപാനത്തിന് സമീപത്തും 18-ാം പടിക്ക് താഴെയും ഒക്കെയായിട്ടാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. മറ്റു ഭാഗങ്ങളിലൊന്നും അങ്ങനെ തിരക്കില്ല. കാരണം ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായി മറ്റു ഭാഗങ്ങളിൽ തമ്പടിക്കുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്, പമ്പയിലേക്ക് തിരികെ പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ തമ്പടിക്കുന്ന ഭക്തജനങ്ങളില്ല. മറ്റു ഭാഗങ്ങളിലൊന്നും ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യം അനുഭവപ്പെടുന്നില്ല. നിലവിൽ തിരക്ക് അനുഭവപ്പെടുന്നത് സന്നിധാനത്തെ സോപാനത്തിന് സമീപത്തും ഒപ്പം തന്നെ 18-ാം പടിക്ക് താഴെയും ഒക്കെയാണ്. സാധാരണഗതിയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് മാളികപ്പുറത്തും ഒപ്പം അന്നദാന മണ്ഡപത്തിന് സമീപത്തും പാണ്ടിത്താവളത്തും ഒക്കെ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് തിങ്ങി നിറയാറുള്ള സാഹചര്യമുണ്ട്. തമ്പടിക്കുന്ന ഭക്തജനങ്ങളാണ്. അത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളൊക്കെ കൂടുതൽ സമയം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ തമ്പടിക്കുന്ന സാഹചര്യമൊക്കെ ആ മണ്ഡലകാലത്തൊക്കെ കാണാവുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആ പ്രദേശങ്ങളിലൊന്നും ഭക്തജന ബാഹുല്യമില്ല. അവിടെയൊക്കെ വിജനമായി തന്നെ കിടക്കുകയാണ്. നിലവിൽ ഭക്തജന തിരക്കുള്ളത് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സോപാനത്തിന് സമീപത്തും ഒപ്പം 18-ാം പടിക്ക് താഴെയും ഒക്കെയാണ്. ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന കാഴ്ച, ഫ്ലൈ ഓവർ മുഴുവൻ തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്ലൈ ഓവറിന്റെ മുഴുവൻ ഭാഗങ്ങളും 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവറിന്റെ മുകളിൽ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കാഴ്ച, മണ്ഡലകാലത്തിന് സമാനമായ കാഴ്ച, മണ്ഡല മകരവിളക്ക് കാലത്ത് നമ്മൾ കാണുന്ന സന്നിധാനത്ത് കാണുന്ന തീർച്ചയായും കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്ന് 3-ാം ദിനമായ ഇന്ന് സന്നിധാനത്ത് മണ്ഡലകാലത്തിന് സമാനമായ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്നാണ്. 40,385 ഭക്തർ ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് ഇപ്പോഴും ദർശനം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.